ഗുഡ് മോർണിംഗ് ടു ഓൾ. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യത്തെ കാര്യം, GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ്. GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഒരു ഉപഭോക്തൃ നികുതിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, GSTക്ക് മുമ്പുണ്ടായിരുന്ന ടാക്സ് സിസ്റ്റത്തിൽ മാനുഫാക്ചറിങ് സ്റ്റേറ്റ് ആയിരുന്നു അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് അവരുടെ സ്റ്റേറ്റിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവരെന്ത് ചെയ്യുന്നു, അത് ഏതെങ്കിലും മറ്റൊരു സ്റ്റേറ്റിനെ വിൽക്കുന്നു. അതുവഴി അവർ കളക്ട് ചെയ്യുന്ന ടാക്സ് അവരുടെ തന്നെ ടാക്സ് ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. എന്നാൽ GST വന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അവർ തമിഴ്നാട് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നു. അതുവഴി എന്താണ്, കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഈ ഗുഡ്സ് സർവീസ് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഈ ഗുഡ്സ് സർവീസ് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു ഇൻട്രസ്റ്റേറ്റ് ട്രേഡാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ GSTക്ക് ശേഷമുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ് എങ്കിൽ ഈ ഒരു ടാക്സിന് അധികാരപ്പെട്ടത് ആരായിരിക്കും, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം. ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ ടാക്സ് കളക്ട് ചെയ്യുകയും കേരള ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സിൻ്റെ നിശ്ചിത പോർഷൻ സെൻട്രൽ ഗവൺമെൻറ് ഉപയോഗിക്കുകയും ബാക്കി റിമൈനിങ് ബാലൻസ് അത് ആരാണ് ഏത് സ്റ്റേറ്റിലാണ് ഈ ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്നത് ആ സ്റ്റേറ്റിന് കൊടുക്കുകയും ചെയ്യുന്നു. അതായത് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന തമിഴ്നാട് സ്റ്റേറ്റിനല്ലായിരിക്കും ആ ടാക്സ് അവർ കളക്ട് ചെയ്യുന്ന ടാക്സ് ഇനത്തിൽ അധികാരമുള്ളത്. പിന്നെയോ ഏത് സ്റ്റേറ്റ് ആണോ ആ ഗുഡ്സ് വാങ്ങിയിട്ട് അതിന് ടാക്സ് അടയ്ക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ തന്നെ വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ട്രീറ്റ് ചെയ്യുന്നു, GSTയിൽ ടാക്സ് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തെ നമുക്ക് കൺസംഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം എന്ന് പറയാൻ സാധിക്കും, അഥവാ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഏത് സ്റ്റേറ്റ് ആണോ ഗുഡ്സ് ഓർ സർവീസ് വാങ്ങി ഉപയോഗിക്കുന്നത് ആ സ്റ്റേറ്റിനായിരിക്കും ഈ ഒരു ടാക്സ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിനാണ്. കാരണം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റാണ് ഇന്ത്യയിൽ. ഇനി മറ്റൊരു പ്രത്യേകതയാണ് GSTയുടെ അകത്ത് ടാക്സ് കളക്ട് ചെയ്യുന്ന രീതി, മെത്തേഡ് ഓഫ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ്. നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു ടാക്സ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു അല്ലേ. നമ്മുടെ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ടാക്സ് സിസ്റ്റമാണ്. ഇവിടെ ടാക്സ് പേയേഴ്സ് അവരവരുടെ ടാക്സ് കളക്ട് ചെയ്യുന്നതും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ഓൺലൈൻ മുഖേനയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെയധികം സ്പീഡിയായിട്ട്, വളരെയധികം വേഗത്തിൽ, വളരെയധികം സുതാര്യമായിട്ട് അവരുടെ ടാക്സ് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തിക്കുവാനും പിന്നെന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിൽ നിന്ന് രക്ഷപ്പെടുവാനും ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നു. ഇപ്പോൾ പഴയ ടാക്സ് സിസ്റ്റം ആണെങ്കിൽ ടാക്സൊക്കെ പേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി മുഖേന അഥവാ ഇൻ്റർമീഡിയറി മുഖേനയൊക്കെ ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എത്തുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ടാക്സ് കളക്ട് ചെയ്യാനും ടാക്സ് പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുവാനും വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. എന്നാൽ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വന്നതിന് ശേഷം എന്താണ്, അതൊരു ഓൺലൈൻ മെത്തേഡിൻ്റെ സഹായത്തോടു കൂടി വളരെയധികം ഈസി ആയിട്ട് ടാക്സ് പേയറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുകയും അവരവരുടെ ടാക്സ് റിട്ടേൺ ഈസി ആയിട്ട് ടാക്സ് പേയർക്ക് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുവാൻ സാധിച്ചു. ഇനി അടുത്തൊരു സവിശേഷതയാണ് നമ്മുടെ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റേത്, കൺകറൻറ്റ് ജൂറിസ്ഡിക്ഷൻ ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ടാക്സ് കളക്ഷൻ രീതി ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ പല രീതിയിലുള്ള ടാക്സുകളും രണ്ട് രീതിയിലുള്ള അതോറിറ്റീസിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് യൂണിയൻ ലിസ്റ്റഡ് അതോറിറ്റീസ് അഥവാ സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിന് കീഴിൽ വരുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ഇവർ ഓരോരുത്തരും ഇൻഡിവിജ്വലിയാണ് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന സർവീസ് ടാക്സിൻ്റെ മേൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു കാരണവശാലും അധികാരം ഉണ്ടാകുന്നില്ല, അവർക്ക് അതിൻ്റെ പങ്ക് ലഭിക്കുന്നില്ല. ഇതേ രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ചരക്ക് സേവന നികുതിയിൽ ആർക്ക് അധികാരമില്ല, സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമില്ല. എന്നാൽ GST വന്നതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കളക്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ മേലെ ഇരുവർക്കുമുള്ള പങ്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ടാക്സ് കളക്ട് ചെയ്യുവാനും അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കാനുമുള്ള അധികാരം രണ്ട് പേർക്കും തുല്യമായിട്ട് കിട്ടുന്നു. മറ്റേതാണ് ഇനി വരുന്നതാണ്
മറ്റൊരു സ്വഭാവമാണ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ഓൺ ഇൻട്രസ്റ്റഡ് ട്രേഡ് ആൻഡ് ഇമ്പോർട്ട്സ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നടത്തുന്ന വ്യാപാര പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സെയിൽസ് ഓർ പർച്ചേസിനെ ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ അതുവഴി കളക്ട് ചെയ്യുന്ന ടാക്സ് അതിൻ്റെ ബെനിഫിറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനും അത് ഏത് സ്റ്റേറ്റാണോ ആ ഗുഡ്സ് ഓർ സർവീസ് വാങ്ങി ഉപയോഗിക്കുന്ന ആ സ്റ്റേറ്റിൻ്റെ കരങ്ങളിലേക്കും എത്തിക്കുക എന്നത് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വഴി ഈസി ആയിട്ട് നടന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് ഇറക്കുമതി ചെയ്യുന്നത് വഴി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു വിദേശ രാജ്യത്ത് നിന്ന് ഒരു ഗുഡ്സ് ഇറക്കുമതി ചെയ്തു, അതുവഴി എന്താണ് ആ ഗുഡ്സ് ഇന്ത്യയിൽ വിറ്റഴിക്കണമെങ്കിൽ പല രീതിയിലുള്ള കസ്റ്റം ഡ്യൂട്ടീസ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നിലധികം കസ്റ്റം ഡ്യൂട്ടീസ് എന്താണ് ഞാൻ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പഠിച്ചായിരുന്നു ഇതിനു മുമ്പ് നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഏതൊക്കെ രീതിയിലുള്ള കസ്റ്റം ഡ്യൂട്ടീസാണ് നമ്മൾ ഈ ഇമ്പോർട്ടഡ് ഗുഡ്സിന് പേ ചെയ്യേണ്ടതായിട്ട് വരേണ്ടിയിരുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നടത്തുന്ന സെയിലിനെയോ അല്ലെങ്കിൽ പർച്ചേസിനെയോ അല്ലെങ്കിൽ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് അതുവഴി കളക്ട് ചെയ്യുന്ന ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് കൈകളിൽ എത്തുകയും അതുവഴി എന്താണ് ഈ ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്ന സ്റ്റേറ്റിന് ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ ഒരു പോർഷൻ അവരുടെ ടാക്സ് വരുമാനത്തിൻ്റെ ഭാഗമായി ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പഴയ ടാക്സ് സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ് 29 സ്റ്റേറ്റിലും 29 രീതിയിലായിരുന്നു ഇൻട്രസ്റ്റേറ്റ് ട്രേഡ് വഴി ഉണ്ടാകുന്ന ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ചിലപ്പോൾ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കുറവും ചിലപ്പോൾ തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കൂടുതലുമായിരിക്കും. പക്ഷേ ആ ഒരു പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ജി എസ് ടി വന്നതിന് ശേഷം എന്താണ് നമ്മുടെ രാജ്യത്ത് 29 സ്റ്റേറ്റിലും ഒരേ വിലയുള്ള ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 രൂപ വിലയുള്ളൊരു പേനയാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ അത് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്യുന്ന ടാക്സും അങ്ങ് ജമ്മു കാശ്മീരിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് അങ്ങ് കേരളത്തിൽ കളക്ട് ചെയ്യുന്ന ടാക്സൊക്കെ എന്തായിരിക്കും സെയിം തന്നെയായിരിക്കും. അപ്പോൾ അത് എല്ലാ സ്റ്റേറ്റിലെയും ടാക്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുവാനും അതുവഴി സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഈ കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ ശരിയായ ബെനിഫിറ്റ് കിട്ടുവാനും കാരണമായി ജി എസ് ടിക്ക് ശേഷം. ഇതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ എന്താണ് പണ്ടുണ്ടായിരുന്ന ഒന്നിലധികം കസ്റ്റം ഡ്യൂട്ടീസിൽ നിന്ന് ഒഴിവാക്കുകയും അതുപോലെ തന്നെ എന്താണ് ഒരൊറ്റ ടാക്സ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ടാക്സ് കളക്ട് ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ബേസിക് കൺസംഷൻ ഡ്യൂട്ടിയും ഇതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ആഡ് ചെയ്തുകൊണ്ട് ഒറ്റയടിക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ടാക്സ് കളക്ട് ചെയ്യുവാനും സെൻട്രൽ ഗവൺമെൻറ്റിന് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വഴി സാധിച്ചു. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ 5 years. നമുക്ക് വേണമെങ്കിൽ പറയാം ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഡ്രോബാക്കാണ് ഇതെന്ന്. കാരണം ഇത് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നടപ്പിലാക്കിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒത്തിരിയധികം ടാക്സുകളെയൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടാണ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നടപ്പിലാക്കിയത്. അപ്പോൾ അത് നടപ്പിലാക്കിയതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഇവിടെ ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ 5 years. എന്താണ് ഇതിൽ കൂടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ജി എസ് ടി എന്ന് പറയുന്നത് ഒരു കൺസെപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ്. ജി എസ് ടിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്റ്റേറ്റിന് ഗുഡ്സോ സർവീസോ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്റ്റേറ്റിന് അവർ ഗുഡ്സോ സർവീസോ വിൽക്കുമ്പോൾ അവർ കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. പഴയ ടാക്സ് സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ് ഈ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സോ സർവീസോ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റേറ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് ടാക്സ് വരുമാനം ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജി എസ് ടി വന്നതിന് ശേഷം ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിന് അഥവാ കൺസംഷൻ ചെയ്യുന്ന സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതി നിലനിൽക്കുന്നതുകൊണ്ട് മാനുഫാക്ചറിങ് സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൽ വളരെയധികം കുറവുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വ്യവസ്ഥിതി ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു കോമ്പൻസേഷൻ ആക്ട് പാസ്സാക്കുകയും ഇങ്ങനെ മാനുഫാക്ചറിങ് സ്റ്റേറ്റിന് ഇതുവഴി ഉണ്ടാകുന്ന ഇങ്ങനെ ടാക്സ് കളക്ട് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ പകുതി പങ്ക് വരുന്ന 5 കൊല്ലത്തേക്ക് അതിൻ്റെ പകുതി പങ്ക് സെൻട്രൽ ഗവൺമെൻറ് വഹിച്ചു കൊള്ളാമെന്നും ഉള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. പിന്നെ അടുത്ത ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് സപ്ലൈസ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഏരിയാസ്
എക്സ്പോർട്ട് ആൻഡ് സപ്ലൈസ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആർ സീറോ റേറ്റഡ്. ഓക്കെ, അതായത് നമ്മൾ ഗുഡ്സ് നമ്മുടെ രാജ്യത്ത് നിന്നും പുറം രാജ്യങ്ങളിലേക്ക് വിൽക്കുമ്പോഴോ അല്ല എങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വിൽക്കുമ്പോഴോ അങ്ങനെ വിൽക്കുന്ന ഗുഡ്സിന് എന്തില്ല നമ്മൾ ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വിൽക്കുന്ന ഗുഡ്സിന് ഒരിക്കലും എന്തില്ല ജി എസ് ടിയിൽ ടാക്സ് ഇല്ല. ഇപ്പോൾ പുറം രാജ്യത്തേക്ക് ഞാൻ ഒരു ഗുഡ്സ് എന്താണ് വിദേശ രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ് എങ്കിൽ ഞാൻ ഗുഡ്സിന് ആ ഗുഡ്സുകൾക്കൊക്കെ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രത്യേക പരിഗണനയുള്ള സ്ഥലങ്ങളാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ട് ഗുഡ്സൊക്കെ വിൽക്കുകയാണ് എങ്കിൽ എന്തില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഗുഡ്സിൻ്റെ വില മാത്രമേ കസ്റ്റമേഴ്സ് തരേണ്ട കാര്യമുള്ളൂ. അവർ ടാക്സ് നമുക്ക് തരേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു ടാക്സ് സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ജി എസ് ടി എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലും സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ കാര്യത്തിലും നടപ്പിലാക്കിയേക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കൊക്കെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ ആണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗുഡ്സ് വിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ഗുഡ്സിൻ്റെ വില മാത്രമേ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ഒരിക്കലും ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ കേരളത്തിലെ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് ടാക്സ് അടച്ച് വാങ്ങിയ ഒരു ഗുഡ്സ് ഞാൻ സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള ഒരു കസ്റ്റമേഴ്സിനെ വിൽക്കുക എന്ന് കരുതുക. അപ്പോൾ എനിക്കെന്താണ് ഞാൻ ഈ ഗുഡ്സിന് ടാക്സ് അടച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ഗുഡ്സ് നേരെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള ഒരു കസ്റ്റമറിനാണ് വിൽക്കുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സിൻ്റെ വില മാത്രം വാങ്ങാനേ പറ്റുകയുള്ളൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള ഫെസിലിറ്റീസും ജി എസ് ടിയുടെ അകത്ത് പറയപ്പെടുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പഠിക്കാം. ഇനി അടുത്തതാണ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് പേ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഓരോ ടാക്സ് റിട്ടേണും ഫയൽ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നതാണ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിലൊക്കെ നമ്മളെങ്ങനെയായിരുന്നു ടാക്സ് എമൗണ്ടൊക്കെ ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിട്ടേണൊക്കെ ഫയൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മാനുവലായിട്ടായിരുന്നു ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഓരോ ടാക്സ് എമൗണ്ട് അടച്ചുകൊണ്ടിരുന്നത് നമ്മൾ മാനുവലായിട്ട് ഏത് അതോറിറ്റീസ് ആണോ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് ആ അതോറിറ്റിയിൽ നേരിട്ട് ചെന്നായിരുന്നു ടാക്സൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജി എസ് ടി വന്നതിന് ശേഷം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെന്താണ് ജി എസ് ടി കളക്ട് ചെയ്യുന്നതും ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടാക്സ് സിസ്റ്റവും ടാക്സ് അടയ്ക്കുന്നതും ഒക്കെ നമുക്ക് ഓൺലൈൻ വഴി അടയ്ക്കാവുന്നതാണ്. ഇതുവഴി ശരിയായ രീതിയിൽ നമുക്ക് സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഓരോ ടാക്സ് റിട്ടേണുകളും ഗവൺമെൻറ്റിന് ചെക്ക് ചെയ്യുവാനും ഓഡിറ്റ് ചെയ്യുവാനും അതുവഴി ഈസി ആയിട്ട് ആ ടാക്സ് പെയറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നു ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വഴി. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും പഴയ ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് ഇതിനെ വേർതിരിച്ച് നിർത്തുന്നതും ഇത് തന്നെയാണ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പഴയ ടാക്സ് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സിന് സെൻട്രൽ ഗവൺമെൻറ്റിന് യാതൊരു കാരണവശാലും അധികാരമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് നടത്തുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രേഡ് നടത്തുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഗുഡ്സ് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സർവീസ് ട്രേഡ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ടാക്സിനൊക്കെ അധികാരം ആർക്കായിരുന്നു? സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് അധികാരമൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലായതോടുകൂടി ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് മൊത്തം ഒരൊറ്റ അക്കൗണ്ടിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ അതോറിറ്റിയുടെ കീഴിൽ വരികയും സെൻട്രൽ ഗവൺമെൻറ് പോർഷൻ എത്ര സ്റ്റേറ്റ് ഗവൺമെൻറ് പോർഷൻ എത്ര ഓരോരോ ട്രാൻസാക്ഷൻ വഴി സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാകുന്ന ടാക്സ് എത്ര സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാകുന്ന ടാക്സ് എത്ര എന്ന് വേർതിരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരുടെയും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അവർ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരാൻ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം വഴി സാധിച്ചു എന്നാണ് പറയുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി. ഞാൻ പറഞ്ഞു ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ജി എസ് ടിയിൽ ടാക്സ് കളക്ട് ചെയ്യുകയും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാകാം, ട്രേഡിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാകാം, സർവീസ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാകാം, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാകാം.
ഇങ്ങനെ പല രീതിയിലുള്ള ബിസിനസ്സുകാരെ മൊത്തം എന്താണ് അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുകയും അവരുടെ ടാക്സ് റിട്ടേൺ ഈസി ആയിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ വലിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ ആവശ്യമുണ്ട് ഇല്ലേ. അപ്പോൾ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഇതിലാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത്. വളരെയധികം വൈഡായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, വൈഡായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ടാക്സ് പേയർക്ക് വേണ്ടി ഇന്ത്യയിൽ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുവഴി എന്താണ് നമ്മുടെ മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, ട്രേഡിംഗ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അല്ല എങ്കിൽ എന്താണ് സർവീസ് ബിസിനസ്, എക്സ്പോർട്ടിംഗ് ബിസിനസ്, ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും അവരുടെ ടാക്സ് സിസ്റ്റം, അവരുടെ ടാക്സ് റിട്ടേണും ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ റിട്ടേൺ ഈസി ആയിട്ട് ഫയൽ ചെയ്യുന്നതിനും കൃത്യസമയത്ത് തന്നെ ഗവൺമെൻറ്റിലേക്ക് അത് ഫയൽ ചെയ്യുന്നതിനും ഈസി ആയിട്ട് അവരുടെ ടാക്സ് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നതിനും എന്താണ് ഈ വൈഡ് ആപ്ലിക്കേഷൻ ടെക്നോളജി സഹായിക്കുന്നു. പിന്നെ എന്താണ് അവർക്ക് എന്താണ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് പേ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇറർ വരുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് സംഭവിക്കുന്നതിനോ ഒരു ഇടവരുത്താതെ തന്നെ എന്താണ് വളരെയധികം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു വൈഡ് ആപ്ലിക്കേഷൻ ടെക്നോളജിയാണ്, അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റം എടുത്ത് നോക്കി, നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റത്തിലാണെങ്കിൽ ഇങ്ങനെയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയല്ല ടാക്സ് കളക്ട് ചെയ്യും, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. വളരെയധികം സമയമെടുത്ത് വളരെയധികം ബുദ്ധിമുട്ടിയൊക്കെയാണ് ഓരോ ബിസിനസ്സുകാരും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഫ്രോഡിലിൻ്റെ ആക്ടിവിറ്റീസിനും മറ്റ് ഇററൊക്കെ സംഭവിക്കുന്നതിനും കാരണമാകുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് സെൽഫ് അസസ്മെൻറ്റ്. അതായത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ച് ഏതൊരു ടാക്സ് പേയറിന് റൈറ്റാണ് ഞാൻ എന്തിനാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്, ഞാൻ അടച്ചിരിക്കുന്ന ടാക്സ് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ എത്തുന്നുണ്ടോ, ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഏതൊരു ഗുഡ്സിനോ ഏതൊരു സർവീസിനോ ശരിയായ ടാക്സ് ആണോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത്, ഇത് കളക്ട് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക്കലി ഗവൺമെൻറ് കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ആ ടാക്സ് പേയർക്കുണ്ട്. അപ്പോൾ GST എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടാക്സ് പേയിങ് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ടാക്സ് പേ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ അവരുടെ ടാക്സ് റിട്ടേണും ടാക്സ് പേയ്മെൻറ്റ് എമൗണ്ടൊക്കെ ചെക്ക് ചെയ്യുവാനും അത് ഗവൺമെൻറ് കാര്യങ്ങളിൽ ശരിയായിട്ട് എത്തുന്നുണ്ടോ എന്ന് ഈസി ആയിട്ട് തിരിച്ചറിയുവാനും സാധിക്കുന്നു GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം വഴി. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയുടെ ഉത്ഭവമാണ്. നമ്മുടെ പഴയ ടാക്സ് സിസ്റ്റം ഞാൻ പറഞ്ഞു തന്നായിരുന്നു. പഴയ ടാക്സ് സിസ്റ്റത്തിൽ ടാക്സൊക്കെ കളക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലുള്ള അതോറിറ്റീസ് ആയിരുന്നു. ഒന്ന് യൂണിയൻ ലിസ്റ്റഡ് അതോറിറ്റീസും പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റഡ് അതോറിറ്റീസും. ഇതുവഴി യൂണിയൻ ലിസ്റ്റഡ് അതോറിറ്റീസ് അഥവാ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സസിൽ സെൻട്രൽ ഗവൺമെൻറ് അധികാരം ഉണ്ടായിരുന്നില്ല. ഇവർ തമ്മിൽ പരസ്പരം നിയമ ഭേദഗതി വരുത്തുവാനും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവർ കളക്ട് ചെയ്യുന്ന ടാക്സിലോ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവർ കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ നിയമത്തിലൊന്നും ഭേദഗതി വരുത്തുവാനോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ചെയ്യുവാനോ ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമത്തിന് ഭേദഗതി വരുത്തുവാനോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരിക്കലും സാധിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ബാരിയർ പഴയ ടാക്സ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. ഇതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ GST നടപ്പിലാക്കിയപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അധികാരത്തിൻ്റെ കീഴിലായിരുന്നില്ല GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നടപ്പിലാക്കിയത്. ഇത് GST കൗൺസിൽ എന്ന് പറയുന്ന ഇന്ത്യ മുഴുവനായിട്ടുള്ള ഒരു കോമൺ അതോറിറ്റിയുടെ കീഴിലാണ് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മുടെ GSTയിൽ വരുന്ന ടാക്സുകൾ മാറ്റം വരുത്തുവാനോ അല്ലെങ്കിൽ ടാക്സ് റേറ്റുകൾ ചേഞ്ച് ചെയ്യുവാനോ ഉള്ള അധികാരം ആർക്ക് മാത്രമാണ്? GST കൗൺസിലിന് മാത്രമാണ്. ഇനി GST കൗൺസിൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളുടെ ഫിനാൻസ് മിനിസ്റ്റർമാരും എല്ലാം കൂടി ചേരുന്ന ഒരു കൗൺസിലാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ടാക്സ് റേറ്റിലോ അല്ലെങ്കിൽ ടാക്സസിലോ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ GST കൗൺസിലിൽ 3/4 വേണം GST നിയമങ്ങൾ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു GST ടാക്സ് റേറ്റ്
നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലോ. എന്നാൽ പഴയ ടാക്സ് സിസ്റ്റത്തിൽ ടാക്സ് റേറ്റ് വ്യത്യാസം വരുത്താനൊക്കെ ആർക്ക് അധികാരമുണ്ടായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഇതിപ്പോൾ GST കൗൺസിലിൽ 4/3 ഭൂരിപക്ഷത്തോടു കൂടി ആ മെമ്പേഴ്സിൻ്റെ അധികാരമുണ്ട്. ആ 4/3 ഭൂരിപക്ഷത്തോടു കൂടിയുള്ള മെമ്പർഷിപ്പ് അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് GST ടാക്സ് സിസ്റ്റത്തിൽ ടാക്സ് റേറ്റ് വ്യത്യാസം വരുത്താനോ അല്ല എങ്കിൽ ഏതെങ്കിലും ടാക്സ് നിയമങ്ങൾ ഭേദഗതി വരുത്തുവാനോ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ GST ടാക്സ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, മറ്റൊരു സ്വഭാവമാണ്. ഇത്രയുമാണ് നമ്മുടെ GST ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.